റിയാസ് KMRലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്നും റിയാസ് ചേരുകയാണ്. റിയാസ്, എങ്ങനെയാണ് കോഴിക്കോട് ഈ മഴയുടെ ഒരു അവസ്ഥയൊക്കെ? നല്ല ശക്തമായ രീതിയിൽ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനുജ, തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്നുള്ളതാണ്. ഏകദേശം 50-ലധികം കുടുംബങ്ങളെ 3 ക്യാമ്പുകളിലായി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പോലും 18 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അതായത് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിലെ വെണ്ടേക്കുംപോയിൽ ആദിവാസി കോളനിയിലെ കുടുംബങ്ങളെയാണ് ഇന്ന് രാവിലെ മാറ്റിപ്പാർപ്പിച്ചത്. ഇന്നലെ രാത്രി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ ഭരണകൂടം ഇടപെട്ട് തുറന്നിരുന്നു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വെണ്ടക്കാംപോയിൽ ST കോളനിയിലെ 26 കുടുംബങ്ങളെ ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിൽ ക്യാമ്പ് തുറക്കുകയും അവിടത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് താലൂക്കിലെ പന്നിയങ്കര വില്ലേജിൽ കപ്പക്കൽ ബീച്ചിനടുത്താണ്. അവിടെ മണ്ണാടത്ത് പറമ്പ്, പണ്ടാരത്ത് വളപ്പ്, KP ഹൗസ് തുടങ്ങിയ ഇടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ 8 പേരെ തൊട്ടടുത്തുള്ള കപ്പക്കൽ സ്കൂളിലേക്കും മാറ്റി പാർപ്പിച്ചു. അങ്ങനെ 26-ഉം 8-ഉം ഒപ്പം തന്നെ 18-ഉം അങ്ങനെ 50-ലധികം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വിവിധ വില്ലേജുകളിലായി 18 വീടുകളാണ് കനത്ത മഴയിൽ ഭാഗികമായി തകർന്നത്. അതിൽ തന്നെ പെരുമണ്ണ, ഫറോക്ക്, നഗരം, ഒപ്പം തന്നെ മാവൂർ വില്ലേജുകൾ എന്നിവിടങ്ങളിൽ 2 വീടുകൾ വീതമാണ് തകർന്നത്. ഒപ്പം തന്നെ എലത്തൂർ, കുന്ദമംഗലം, കക്കോടി, മാവൂർ, ചെലവൂർ, വേങ്ങേരി, ഒളവണ്ണ, കാക്കൂർ, ചേളന്നൂർ, കരുവൻതുരുത്തി വില്ലേജുകളിൽ ഓരോ വീട് വീതവും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, പേരാമ്പ്രയിലെ കായണ്ണ വില്ലേജ് കരികണ്ടൻപാറ ചെമ്പ്ര റോഡിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലരി വില്ലേജിൽ കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം. വാഴയിൽ അമ്മാളുവിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഈ പാലരി വില്ലേജിൽ തകർന്നത്. കൂടാതെ പാലേരി, അത്തോളി, നടുവണ്ണൂർ, കൂരാച്ചുണ്ട്, ചെറുവണ്ണൂർ, ചക്കിട്ടപ്പാറ, പന്തലായനി, ഉള്ളിയേരി എന്നീ വില്ലേജുകളിൽ ഓരോ വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. അതിനു പുറമെ തന്നെ റോഡുകൾ തകരുന്ന ഒരു സാഹചര്യം, നിരവധി മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യം, വൈദ്യുതി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം, മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലാതെ പൊതുജനങ്ങൾക്ക് കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതി. അതൊക്കെ ശരിയാക്കാൻ KSEB അധികൃതരും നന്നേ പണിപ്പെടുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ മഴയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കടൽക്ഷോഭം, നമ്മൾ ഇന്നലെ കൃത്യമായി ഗോദീശ്വരത്ത് പോയി അതിന്റെ ദുരിതം നേരിട്ട് പ്രേക്ഷകർക്ക് മുൻപിൽ നമ്മൾ എത്തിച്ചതാണ്. ഗോദീശ്വരത്തും ഒപ്പം കോതി തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതായത് തീരദേശ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒരു കടലിന് സുരക്ഷാ ഭിത്തി ഇല്ലാത്തത് കാരണം നേരിടുന്ന ദുരിതം നമ്മൾ ഇന്നലെ നേരിട്ട് എത്തിച്ചതാണ്. അത് ഇന്നും ആ ഒരു ഭീഷണി തുടരുന്നു. വീടുകളിൽ രാത്രി അന്തിയുറങ്ങാനാവാത്ത വിധം കടൽ തിരമാലകൾ വീടുകളിലേക്ക് കയറി അടിച്ചു വരുന്ന ഒരു സാഹചര്യം, അത്രയും ഒരു ആശങ്കാകുലമായ ഒരു സാഹചര്യമാണ് ഈ മഴക്കാലത്ത് ഇപ്പോഴും കോഴിക്കോട് മഴ തുടരുമ്പോൾ ഈ ജില്ലയിലുള്ളത്. റിയാസ് ഇപ്പൊ പറയുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്നാണ് അല്ലെ? അതായത് പരിഭ്രാന്തി ഉണ്ട് ആളുകൾക്ക്. ഈ മഴ ഇങ്ങനെ തുടരുന്നത് കൊണ്ട്, കുറവില്ലാത്തത് കൊണ്ട് ശക്തി പ്രാപിക്കുകയാണ് മഴ. അപ്പൊ അതുകൊണ്ട് തന്നെ കനത്ത മഴയാണിത്. പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ ജില്ലയില്? ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ പരിഭ്രാന്തിപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. ജാഗ്രതയാണ് അനിവാര്യം എന്നുള്ളതാണ് നമുക്കും ഒപ്പം തന്നെ അധികൃതർക്കും പറയാനുള്ളത്. കാരണം ഇത്തരമൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങളെ ആശ്രയിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണം എന്നൊരു മുന്നറിയിപ്പും അധികൃതരുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ട്. കാരണം ഈ കടൽക്ഷോഭമായാലും കനത്ത മഴയായാലും വെള്ളക്കെട്ടായാലും വരുന്ന സാഹചര്യത്തിൽ സ്വന്തം വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അതിന് തയ്യാറായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അധികൃതർക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല, ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും മഴയ്ക്ക് ഒരല്പം ശമനം ഇന്നത്തെ ഈ രാവിലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും മഴ ഇടമുറിയാതെ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു അല്പം ശമനം മാത്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അത് ഇനി തുടർന്നു കഴിഞ്ഞാൽ ഈ വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളൊരു ആശ്വാസകരമായ ഒരു അവസ്ഥ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അടുത്ത മണിക്കൂറുകളുടെ സാധ്യത എന്താണ് എന്ന് അപ്പോൾ മാത്രമേ നമുക്ക് പറയാനാകൂ. അനുജ, മലയോര മേഖലകളിലെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഭാഗത്തു നിന്നാണ് പ്രധാനമായും
കോടഞ്ചേരി വെണ്ടേക്കമ്പോയിൽ ആദിവാസി കോളനിയിലെ 18 കുടുംബങ്ങളെ ഇന്ന് മാറ്റിപ്പാർപ്പിച്ചത് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്താണ്. കൂടാതെ കോടഞ്ചേരിയിലെ തന്നെ വെണ്ടേക്കമ്പോയിലെ എസ് ടി കോളനിയിലെ 26 കുടുംബങ്ങളെ ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂൾ ക്യാമ്പിലേക്ക് ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചതിന്റെ ഒരു ഉദ്ദേശവും അത് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അതിനു മുൻപ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കൃത്യമായ രീതിയിൽ ഉള്ള ഒരു മുന്നൊരുക്കം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇതുമായി പൊതുജനങ്ങൾ സഹകരിക്കണം. മലയോരത്ത് പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ പാലം ഈ മഴവെള്ളപ്പാച്ചിലിൽ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വഴിയുള്ള യാത്ര ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. കൊടിയത്തൂർ ഇരുവഴിഞ്ഞിയിൽ കാണാതായ ആൾക്ക് വേണ്ടി ഇപ്പോഴും ഈ തെരച്ചിൽ 3-ാം ദിവസവും തുടങ്ങുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ മലയോര മേഖലയിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കക്കയത്താണ്, 1.57 സെന്റിമീറ്റർ. അതായത് ഇന്നലെ രാവിലെ 8:30 മുതൽ രാത്രി വരെയുള്ള കണക്കാണിത്. കോഴിക്കോട് നഗരത്തിൽ 55.5 മില്ലിമീറ്ററും വടകരയിൽ 66.5 മില്ലിമീറ്ററുമാണ്. വിലങ്ങാട് 150 മില്ലിമീറ്ററുമാണ് പെയ്തത് എന്നുള്ളതാണ്. ശരി റിയാസ്.